ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശം നിരസിച്ചത് എന്ന കാര്യമാണ്. ഖത്തറും ഈജിപ്തും ചേർന്നാണ് വെടിനിർത്തൽ നിർദ്ദേശം തയ്യാറാക്കിയത്. അതിനുശേഷം അവർ അത് ഹമാസിന്റെയും ഇസ്രായേലിന്റെയും മുമ്പിൽ വെക്കുകയായിരുന്നു. ഹമാസ് അപ്പോൾ തന്നെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചു. എന്നാൽ ഇസ്രായേൽ അത് നിരസിക്കുകയും ആക്രമണം തുടരുകയുമാണ് ചെയ്തത്. തെക്കൻ ഗാസയിലെ റഫയിൽ പ്രവേശിക്കുകയും ഈജിപ്തുമായുള്ള നഗരത്തിന്റെ നിർണായകമായ അതിർത്തി ക്രോസിംഗിന്റെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇനി ഇസ്രായേൽ എന്തുകൊണ്ടാണ് വെടിനിർത്തൽ നിർദ്ദേശം നിരസിച്ചത് എന്നത് നോക്കുന്നതിന് മുമ്പായിട്ട് ഹമാസ് ഇത് എന്തിനു അംഗീകരിച്ചു എന്നത് ഒരു വലിയ ചോദ്യമാണ്, ഒരു പ്രസക്തമായ ചോദ്യമാണ്. അതിന് യഥാർത്ഥത്തിൽ 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇസ്രായേലിന്റെ ആണവാക്രമണത്തിന്റെ വ്യക്തമായ സാധ്യത, അതിനെ ചെറുക്കുവാനുള്ള വിശ്വസനീയമായ ഒരു പ്രതിരോധവും ഹമാസിന്റെ ഗോഡ് ഫാദർ ആയ ഇറാൻ ഇതുവരെ അവർക്ക് അങ്ങനത്തെ ഒരു പ്രതിരോധം ലഭിച്ചിട്ടില്ല. കാര്യമായൊരു പ്രതിരോധം അവർക്ക് ചെയ്യാൻ സാധ്യമായിട്ടില്ല. ഇനി യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് രാഷ്ട്രീയമായി തങ്ങളെക്കാൾ ഇസ്രായേലിനാണ് ഗുണം എന്ന തിരിച്ചറിവും ഹമാസിനുണ്ടായിരിക്കണം. 2, യുദ്ധം വർദ്ധിപ്പിക്കാൻ ഒട്ടും ആഗ്രഹമില്ലാതിരുന്ന ഇറാൻ ഒരു പടി പിന്നോട്ട് പോയിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കം വർദ്ധിക്കുന്നതും യുദ്ധം നീണ്ടുപോകുന്നതും ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആഭ്യന്തര പൊളിറ്റിക്കൽ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു. ഇത് രണ്ടാമത്തെ ഒരു കാരണമാണ്. 3, ഇനിയും യുദ്ധം തുടർന്നുകൊണ്ട് പോയാൽ, ഇതുപോലെ തുടർന്നുകൊണ്ട് പോയാൽ അവരുടെ പോരാളികൾ മൊത്തത്തിൽ ഗസയിൽ കൊല്ലപ്പെടും എന്ന് ഹമാസിന് മനസ്സിലായി. ഈ 3 പ്രധാന കാരണങ്ങളാണ് ഹമാസിനെ കൊണ്ട് വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ നിർബന്ധരാക്കിയത്. ഇനി എന്തുകൊണ്ട് ഇസ്രായേൽ ഈ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചില്ല എന്ന് നോക്കാം. വെടിനിർത്തൽ അംഗീകരിക്കാത്തതിന് ഇസ്രായേലിന് ആഭ്യന്തര രാഷ്ട്രീയ കാരണങ്ങളും മതവിദ്വേഷവും ഉണ്ടെങ്കിലും ഈ വെടിനിർത്തൽ ഉപാധികൾ ഉയർന്ന ദേശീയ ബോധമുള്ള ഒരു രാജ്യത്തിനും അംഗീകരിക്കാനാവുന്നതല്ല. ഇനി എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട വെടിനിർത്തൽ ഉപാധികൾ എന്ന് നോക്കാം. വെടിനിർത്തൽ നിർദ്ദേശം 3 ഘട്ടങ്ങളിലായി 126 ദിവസങ്ങൾ കൊണ്ട് നടപ്പിലാക്കപ്പെടുന്ന ഒരു സ്കീമായിട്ടാണ് ഖത്തറും ഈജിപ്തും പ്രസന്റ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഹമാസ് 33 തടവുകാരെ മോചിപ്പിക്കും. അത് 19 വയസ്സിന് താഴെയുള്ള കുട്ടികളും 50 വയസ്സിന് മുകളിലുള്ള പ്രായമായ ആളുകളും. എന്നാൽ ഹമാസ് മോചിപ്പിക്കുന്ന ഓരോ ജൂതന് പകരവും 30 ഹമാസുകാരെ ഇസ്രായേൽ മോചിപ്പിക്കണം. ഇസ്രായേൽ ദിവസവും 10 മണിക്കൂർ ഗാസയ്ക്ക് മുകളിലൂടെ വിമാനങ്ങളും ഡ്രോണുകളും പറത്തരുത്. ബാക്കിയുള്ള ബന്ദികളായ ഇസ്രായേലികളെ 42 ദിവസം വീതമുള്ള 2 ഘട്ടങ്ങളിലായി മോചിപ്പിക്കും. 33 സാധാരണ ജൂതന് വേണ്ടി 1000 ഹമാസ് അനുകൂലികളെ തുറന്നുവിടണമെന്ന് ആവശ്യപ്പെടുന്നത് അസാധാരണമാണ്. അതുകൊണ്ടായിരിക്കണം ഇസ്രായേൽ ഈ വെടിനിർത്തൽ നിർദ്ദേശം തള്ളിക്കളഞ്ഞത്. ഇനി എന്ത് സംഭവിക്കും? ചൈനയുടെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ വഴി ഉത്തര കൊറിയയിൽ നിന്ന് ടാക്ടിക്കൽ നൂക്സ് ഓർ ഡർട്ടി ബോംബ്, തന്ത്രപരമായ അണവായുധങ്ങൾ, ടാക്ടിക്കൽ നൂക്സ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും ഇറാനിലെ ഭരണകൂടവും. അതിനാലാണ് അദ്ദേഹം പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് ഒരു വിസിറ്റിന് വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ സന്ദർശനം ഇസ്രായേൽ ഇറാനുമേൽ അണ്വായുധം പ്രയോഗിക്കാൻ ശ്രമിച്ചെന്നും റഷ്യ ഇടപെട്ട് അത് ഇല്ലാതാക്കിയെന്നുള്ള ന്യൂസ് വന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. ഈ ആയുധം ഇസ്രായേൽ വലിയ തോതിലുള്ള യുദ്ധം വർദ്ധിപ്പിക്കുന്നതിന് എതിരെയുള്ള ഒരു പ്രതിരോധ കവചമായി ഉപയോഗിക്കാം എന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ചിന്തകൾ പോലും യുദ്ധം കൂടുതൽ വഷളാവാൻ മാത്രമാണ് സാധ്യത ഉണ്ടാക്കുന്നത്. പരിപൂർണ സാധ്യത അതിനാണ്. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നതിനാൽ ചൈന, റഷ്യ, ഇറാൻ പോലുള്ള വൻ ശക്തികൾ ഇടപെടാൻ നിർബന്ധിതരാവുകയും ഹിസ്ബുള്ളയിലൂടെ ലെബനനിൽ ഇറാൻ തീർച്ചയായും മറ്റൊരു മുന്നണി തുറക്കുവാനും ഇസ്രായേലിനെതിരെ മറ്റൊരു ഫ്രണ്ട് തുറക്കുവാനും, ഇത് ഒടുവിൽ ഒരു വശത്ത് ഇസ്രായേലും US-ഉം മറുവശത്ത് ഇറാനും തമ്മിലുള്ള പരിപൂർണ യുദ്ധത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തിന് ശേഷം പിടികൂടിയ എല്ലാ ഇസ്രായേലികളെയും ഹമാസ് തിരികെ നൽകിയിരുന്നെങ്കിൽ ഈ യുദ്ധം അപ്പോൾ അവസാനിപ്പിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവസാനിക്കുമായിരുന്നു.
ഗാസയ്ക്കെതിരെയുള്ള സൈനിക നടപടികൾ നിർത്താൻ അത് തീർച്ചയായും ഇസ്രായേലിന് മുകളിൽ ഒരു വലിയ സമ്മർദ്ദം തന്നെ ഉണ്ടാക്കിയേനെ. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഓരോ ജൂതിനു വേണ്ടിയും 30 ഹമാസുകാർ എന്ന നിർദ്ദേശം ഒരു പരമാധികാര രാഷ്ട്രത്തിനും അഭിമാനം ഭയങ്കരമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിനും സ്വാഭാവികമായും അസ്വീകാര്യം മാത്രമായിരിക്കും. ഇനി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ യുദ്ധം വർദ്ധിക്കുകയും റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കാൾ വളരെ വലുതായി ഇന്ത്യക്കാരായ നമ്മെ ബാധിക്കുകയും ചെയ്യും. നമുക്ക് ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്നും യുദ്ധവും ആളുകളുടെ മരണവും അവസാനിക്കുമെന്നും പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് 5 seconds view.